കർണാടക വനമേഖലയിൽ ഉരുൾപൊട്ടിയതായി സംശയം. കണ്ണൂർ വളപട്ടണം പുഴയുടെ കരയിലുള്ളവർ ജാഗ്രത പാലിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇരിട്ടി പുഴയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന അറിയിപ്പ്? ഏതൊക്കെ മേഖലകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ജാഗ്രത പുലർത്തേണ്ടതുണ്ട്? വിവരങ്ങൾ എന്താണ് അരുൺ പൂപ്പറമ്പ? കർണാടക വനമേഖലയിൽ ഉരുൾപൊട്ടിയിട്ടുണ്ടെന്ന സംശയം ജില്ലാ ഭരണകൂടം തന്നെ ഔദ്യോഗികമായി പങ്കുവെക്കുകയാണ്. ഇത് സംബന്ധിച്ച ചില ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ജില്ലാ ഭരണകൂടം നിലവിൽ പങ്കുവച്ചിട്ടുള്ളത്. മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട പുഴകളായിട്ടുള്ള ഇരിട്ടി, അതോടൊപ്പം തന്നെ ബാരാപ്പോൾ പുഴകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ട്. അതുകൊണ്ട് മലയോര മേഖലയിലെ തീരപ്രദേശത്തുള്ള പുഴയുടെ തീരപ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. പലയിടങ്ങളിലും ഈ പുഴകളിൽ നിന്ന് വെള്ളം കയറി ജനവാസ മേഖലയിലേക്കൊക്കെ വെള്ളം കയറുന്നുണ്ട് എന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ക്ഷമിക്കണം. അതോടൊപ്പം തന്നെ ഈ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പഴശ്ശി ഡാമിന്റെ ഷട്ടറുകളും ഏതു സമയം തുറക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പ് കൂടി അധികൃതർ നൽകുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വളപട്ടണം പുഴയുടെ തീരത്തുള്ളവർ കൂടി ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശവും മുന്നറിയിപ്പും ഇപ്പോൾ ജില്ലാ ഭരണകൂടം തന്നെ നൽകിയിട്ടുള്ളത്. നിലവിൽ ഷട്ടറുകൾ ഉയർത്തിയിട്ടില്ല. മുന്നറിയിപ്പോടു കൂടി തന്നെ അടിയന്തര സാഹചര്യത്തിൽ ഷട്ടറുകൾ തുറക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി, കർണാടക വനമേഖലയിൽ ഉരുൾപൊട്ടിയതായി സംശയമുണ്ട്. അതിനെ തുടർന്ന് വളപട്ടണം പുഴയുടെ കരയിലുള്ളവർ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശമാണ് വരുന്നത്. അതുപോലെ തന്നെ ഇരട്ടി പുഴയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. മലയോര മേഖലയിലൊക്കെ പ്രത്യേകമായ ജാഗ്രത വേണം. മഴ തുടരും എന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.